പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ മന്ദതയുള്ളവരായി തീരരുത് എന്നുള്ളത് ദൈവവചനം നമുക്ക് എപ്പോഴും സംസാരിച്ചു. നിങ്ങൾ ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഓർപ്പിൻ, നിങ്ങൾ ആത്മാവിനെ കെടുത്തരുത് എന്നും ആത്മാവിന്റെ ശബ്ദത്തിൽ നടപ്പിൻ, നിങ്ങൾ ആത്മാവിനാൽ ജനിച്ചുവെങ്കിൽ ആത്മാവിനനുസരിച്ച് നടപ്പിൻ എന്നൊക്കെ വചനത്തിൽ ഒരുപാട് പുതിയ നിയമം മുഴുവനും ആത്മാവിനെ സംബന്ധിച്ചുള്ളതാണ്, ആത്മീകമാണ്. ഇന്ന് ഞാൻ ഇന്നത്തെ വചനത്തിന് ചിന്തയ്ക്കായിട്ട് ഒരു ഭാഗം എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരാൾ കർത്താവിലേക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളിൽ നടക്കുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ജീവിതം ആരംഭിക്കുകയാണ്. ഒരു ജീവിതം, വേറെ ഒരു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുകയാണ്. ഒരു ആത്മീക മനുഷ്യന്റെ ജനനം, ആ ആത്മീക മനുഷ്യന്റെ ജീവിതവും അവിടെ തുടങ്ങുകയാണ്. അത് നമ്മുടെ വീണ്ടും ജനനത്തിലൂടെയാണ് നമ്മളിൽ നടക്കുന്നതെന്ന് നമുക്കറിയാം. വീണ്ടും ജനിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് കർത്താവിന്റെ ജീവൻ വന്ന് നമ്മുടെ അകത്ത മനുഷ്യൻ ജീവൻ വെക്കുകയാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് അകത്ത മനുഷ്യനെ ജീവിപ്പിച്ച ഒരു ജീവിതം, അകത്ത ഒരു മനുഷ്യൻ ജീവനായി വരികയാണ്. നമുക്ക് എത്ര പേർക്കറിയാം അകത്തൊരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട്? നമ്മുടെ പുറം മനുഷ്യനല്ല ജീവിക്കേണ്ടത്, ഈ അകമനുഷ്യനാണ് നമ്മളിൽ ജീവിക്കേണ്ടത് എന്നുള്ളത്. വീണ്ടും ജനനത്തിൽ സത്യം പറഞ്ഞാൽ തുടങ്ങുന്നത് ഈ അകമനുഷ്യനിലുള്ള ജീവിതമാണ്. ഈ അകമനുഷ്യൻ എങ്ങോട്ടാണ് വളരുന്നത്? എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ പറയുന്നു. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം. ഈ അകത്ത മനുഷ്യൻ വളരുന്നത് ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ പക്വതയിലേക്കാണ് അകത്ത മനുഷ്യൻ വളരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനൊരു വളർച്ച, വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക്, വീണ്ടും ജനിച്ച ഒരാൾക്ക് നടക്കുന്നത് ഈ ഒരു മനുഷ്യൻ ജനിക്കുകയും അത് ജീവിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അകമനുഷ്യൻ, വീണ്ടും ജനനം നടന്നവർക്കെല്ലാം ഈ അകത്ത മനുഷ്യൻ ജനിച്ചിട്ടുണ്ട്. പക്ഷേ ഗലാത്യ ലേഖനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെ ഇങ്ങനൊരു വാക്യമുണ്ട്. ഗലാത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഈ അകമനുഷ്യൻ ജനിച്ചുവെങ്കിലും പലപ്പോഴും നമുക്ക് ഈ അകത്ത മനുഷ്യനെ അനുഭവിക്കാൻ കഴിയുന്നില്ല. അകത്ത മനുഷ്യന്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഇപ്പോഴും ഈ പുറം മനുഷ്യൻ ന്യായപ്രമാണത്താൽ അതിന്റെ പാപത്തിന്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ. അകത്ത് ഇന്ദ്രിയങ്ങൾ വെച്ച്, അകത്ത മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പാപത്തെ മല്ലിടാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ഈ വിശ്വാസമൊക്കെ പറയുമെങ്കിലും ഈ അകത്ത മനുഷ്യനെ ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് ടൂളാണ് ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഫെയ്ത്തിലൂടെ ഈ അകത്ത മനുഷ്യൻ ജീവിക്കുന്നില്ല എങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. അതാണ് നമ്മളെ നയിക്കുന്നത്. ഒന്നിൽ പ്രമാണത്തിന്റെ കീഴിൽ, അല്ലെങ്കിൽ നമ്മൾ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിൽ. ആത്മാവിന്റെ പ്രമാണം ആത്മാവിനെ സംബന്ധിച്ചുള്ളതാണ്, ആത്മീക ജീവനെ സംബന്ധിച്ചുള്ളതാണ്, ആത്മീക മനുഷ്യനെ സംബന്ധിച്ചുള്ളതാണ്, അകമനുഷ്യനെ സംബന്ധിച്ചുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ ആത്മീക മനുഷ്യൻ നമ്മൾ ജീവിക്കാത്ത സമയത്തെല്ലാം നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല എന്ന് പറയുമ്പോഴും നമ്മൾ പ്രമാണത്തിന്റെ കീഴിൽ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ആത്മീക മനുഷ്യൻ നിങ്ങളെ ഇങ്ങനെ ബലമായിട്ട് ക്രിസ്തുവിന്റെ നീതിയിലേക്ക് ഇങ്ങനെ കമ്പൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ? ആത്മീക മനുഷ്യൻ, ഉള്ളിൽ അകത്ത മനുഷ്യൻ ഇരുന്ന് ഞെരുവിരി കൊള്ളുന്നത് നമ്മൾ അറിയാതെ പുറം മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ, സെൻസറി ഓർഗൻസ് അല്ലേ നമ്മൾ എപ്പോഴും കൂടുതൽ അറിയുന്നത്. പുറത്തെ മനുഷ്യൻ കരയുന്നതും പുറത്തെ മനുഷ്യൻ വേദനിക്കുന്നതും, അതോ അകം മനുഷ്യൻ വേദനിക്കുന്നതാണ് പെട്ടെന്ന് അറിയുന്നത്? പുറം മനുഷ്യൻ വേദനിക്കുന്നതാണ് പെട്ടെന്ന് അറിയുന്നത്. ഇതൊരു ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, എബ്രായ ലേഖനം പറയുന്നത് ഇതിന്റെ മന്ദത എന്നാ പറയുന്നത്. ഈ അകത്ത മനുഷ്യന്റെ വളർച്ചയിലുള്ള മന്ദത. ഞാൻ പാസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ ഇന്ന് ഞാനും പറയാൻ വന്ന കാര്യം ഇത് തന്നെയായിരുന്നു. ദൈവം പാസ്റ്ററുടെയും ഈ മന്ദതയെ പറ്റിയൊക്കെ, തടിച്ചിരിക്കുന്ന അവസ്ഥയെ പറ്റിയൊക്കെ
സംസാരിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗലാത്യ ലേഖനം 4:1 അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ലോ. അവകാശി, ഗലാത്യ ലേഖനം 4:1 അവകാശി സർവത്തിനും യജമാനനാണ്, പക്ഷെ ശിശു ആയിരിക്കുന്നിടത്തോളം ദാസൻ. എന്തിന്റെ ദാസനാണ് ഇവിടെ? ദാസത്വം എന്തിന്റെ ദാസത്വമാണ് ഗലാത്യ ലേഖനം പറയുന്നത്? ന്യായപ്രമാണത്തിന്റെ ദാസത്വമാണ് പറയുന്നത്. അപ്പോൾ ഈ ശൈശവകാലത്ത്, അതായത് ശൈശവകാലത്ത് ഇന്ദ്രിയങ്ങളൊന്നും ജനനം നടന്നു, പക്ഷെ അതല്ല പ്രവർത്തിക്കുന്നത്. അവിടെ പുറമേ ആ ശിശുവിനെ ഡിസിപ്ലിൻ ചെയ്യാൻ വേറെ ഒരാൾ വേണം. അവിടെ പോരുത് ഇവിടെ പോരുത് എന്നൊക്കെ പറയാൻ വേറെ ഒരാൾ വേണം. അല്ലാതെ ഈ കൊച്ചിന് ഒന്നും അറിയത്തില്ല. നീതിയെ സംബന്ധിച്ചുള്ള പരിജ്ഞാനം ഇല്ല. അത് നീതിയെ സംബന്ധിച്ചുള്ള പരിജ്ഞാനം അകത്തു നിന്ന് വരുന്നില്ല, പുറത്തു നിന്നാണ് വരുന്നത്. അകത്ത ഇന്ദ്രിയങ്ങൾ അതിന് എക്യുപ്പേഡ് അല്ല. അതെന്താ കാരണം? ആ വളർച്ച നടക്കാത്തതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് ആ വളർച്ച നടക്കുന്നത്? ഇവിടെ ഈ ശിശു ആയിരിക്കുന്നിടത്തോളം എന്ന് പറയുമ്പോൾ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ലെന്ന് പറയുന്നു. ഈ ശൈശവാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പുറം മനുഷ്യൻ ഭയങ്കര ചീർത്തിരിക്കുന്ന അവസ്ഥയാണ്. പുറം മനുഷ്യൻ ഭയങ്കരമായിട്ട് ചീർത്തിരിക്കുകയാണ്, അകത്തത് ശിശുവാണ്. അപ്പോൾ ഫ്ലഷ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കുമ്പോൾ നമുക്ക് ഈ അകത്ത മനുഷ്യന്റെ ജീവൻ അനുഭവിക്കാൻ കഴിയത്തില്ല. അതിനെയാണ് ഈ ശൈശവാവസ്ഥ, മന്ദത, സ്പിരിച്വൽ മന്ദത. അതായത് ആത്മാവ് എന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആത്മാവിന്റെ ജീവനിലേക്ക് കടക്കാൻ കഴിയുന്നില്ല, ആ ഒരു അവസ്ഥ. അപ്പൊ എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഈ മന്ദത വരുന്നത് അതിന്റെ കാരണം എന്താണ്? ഇത് പലപ്പോഴും എല്ലാവർക്കും സംഭവിക്കും, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ മന്ദതയുള്ളവരായി നമ്മൾ തീരുന്നത്? അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പുറമേ ഉള്ള മനുഷ്യനെ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും എപ്പോഴും നമ്മുടെ ചെവി കൊടുക്കുന്നത് കൊണ്ടാണ്. പുറമേ ഉള്ള മനുഷ്യൻ പറയുന്നത് കേൾക്കാനും അതിനനുസരിച്ച് നടക്കാനും. പുറമേ ഉള്ള മനുഷ്യൻ പറയാണ് ഇവിടെ പോവാൻ, അതാണ് നമ്മൾ കേൾക്കുന്നത്. പെട്ടെന്ന് നമുക്ക് റീച്ച് ചെയ്യാൻ കഴിയുന്നത് പുറമേ ഉള്ള മനുഷ്യനാണ്. കാരണം എന്താ? അകമേ ഉള്ള മനുഷ്യൻ അത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ടാണ് പുറമേ ഉള്ള മനുഷ്യൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്. അപ്പൊ ഇത് കാലങ്ങൾ കഴിഞ്ഞാലും നമ്മൾ അറിയത്തില്ല, വർഷങ്ങൾ കഴിഞ്ഞാലും ഈ കാര്യം നമ്മൾ അറിയണമെന്നില്ല. ചുറ്റുമുള്ളവർ പറയും വലിയ വളർച്ചയൊന്നും ഇല്ലല്ലോ ബ്രദർ, എന്താണ് ആ ഒരു ആത്മീയ വളർച്ചയൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. എങ്ങനെ അനുഭവിക്കും? അകത്ത മനുഷ്യൻ വളർന്നാലേ ആത്മീയ വളർച്ച നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ആത്മീക വളർച്ച, ആത്മീകമായത് വളരണം ഉള്ളില്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ജീവനിലൂടെ ഒരു പുതു മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ വളരണം, ക്രിസ്തുവിന്റെ ലൈക്നെസ്സിൽ. അത് ക്രിസ്തുവിന്റെ ജീവനാലാണ് വളരുന്നത്, ക്രിസ്തുവാണ് വളരുന്നത്. അപ്പൊ ഇത് സംഭവിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു സിസ്റ്റർ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞതാ, ഈ സിസ്റ്ററിന്റെ ഇളയ കുഞ്ഞ് ബാല്യത്തില് ഈ കുഞ്ഞിനെ തറയെ വെക്കാതെ എടുത്തോണ്ട് നടക്കുകയായിരുന്നു. തറയെ വെക്കത്തില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞത് കുഞ്ഞിനെ ഒന്ന് തറയെ വെക്കുക, അല്ലെങ്കിൽ അതൊന്ന് അനങ്ങട്ടെ, അല്ലെങ്കിൽ അത് വളരത്തില്ല, അത് കൈയും കാലും ഒന്ന് അനങ്ങട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ അത് വളരത്തില്ലായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, വളരും. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞ് അനങ്ങിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മസിൽസ് ഒന്നും സ്ട്രെങ്ത് ആവത്തില്ല, മസിൽസ് ചലിക്കത്തില്ല. നിങ്ങളൊരു വർഷം അനങ്ങാതെ ഒരു കടക്കെ മാത്രം കടന്നു നോക്കിയേ, മസിൽസ് അനങ്ങാതെ നിങ്ങൾ വളരും, പക്ഷെ മസിൽസ് ഒന്നും ഉപയോഗപ്രദമാകാതെ ക്ഷയിച്ചു പോകും, തടിച്ചു പോകും. ഇതുപോലെ നമ്മുടെ ആത്മീക മനുഷ്യൻ അനങ്ങുന്നില്ല എങ്കിൽ, ചലിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? മന്ദതയുള്ളതായി തീരും. അത് എന്ത് പറയുന്നു എന്നോ അതിന് സ്ട്രെങ്ത് ഇല്ല, അത് ഭയങ്കര വീക്ക് ആയിക്കൊണ്ടേയിരിക്കും, ഫ്ലഷ് ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ വീണ്ടും ജനിച്ചതാണ്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ നമുക്ക് ആത്മീകമായതൊന്നും അകത്തു നിന്ന് വരാത്ത, ക്രിസ്തുവിന്റെ പരിജ്ഞാനം അകത്തു നിന്ന് വരാതെ എല്ലാം ഈ പുറമേ നിന്ന് ഇൻഫർമേഷനായി മാത്രം കിട്ടിക്കൊണ്ടിരിക്കും. അതൊരു ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ വളർച്ചയില് ബലമില്ലാത്തൊരവസ്ഥയിൽ ആയിത്തീരും. അപ്പോൾ ഈ ബോഡി നമുക്കറിയാം, നന്നായി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ബോഡി ഭയങ്കര സ്ട്രെങ്ത് ഉള്ളതാണെന്ന് നമുക്കറിയാം അല്ലെ. നന്നായി എക്സസൈസ് ചെയ്യുന്നവർക്ക് നല്ല ശരീരം ഭയങ്കര വഴവും അല്ലെ, എന്താ പറയുന്നത്, വഴങ്ങും. അവരുടെ ശരീരം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, മസിൽസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇതുപോലെ നമ്മുടെ ആത്മീക മനുഷ്യന് ഈ വ്യായാമം,
എക്സസൈസ് ആവശ്യമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്, എങ്ങനെയാണ് ഈ ആത്മീക മനുഷ്യൻ നമ്മളിൽ ശക്തിയോടെ ബലപ്പെട്ടു വരുന്നത്? അപ്പോൾ ഇത് നമ്മുടെ ജഡത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആ ആത്മാവിന്റെ പക്വതയിലേക്ക് നമുക്ക് വളരാൻ കഴിയത്തില്ല. ജഡീകമായ ജീവിതം തന്നെ നമ്മൾ നയിക്കേണ്ടി വരും. എങ്ങനെയാണ് നമ്മൾ ആ ആത്മീകമായ അല്ലെങ്കിൽ ആത്മീകമായ മനുഷ്യന്റെ അകമനുഷ്യന്റെ ജീവനിൽ നമ്മൾ സ്വാഭാവികമായും ജീവിക്കുന്നത്? അതായത് നമ്മൾ സ്വാഭാവികമായി ഇപ്പോൾ ജീവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആയി നമ്മുടെ ജഡം എന്ത് പറയുന്നു? ഇപ്പൊ നിങ്ങൾ ഒരു കടയിലേക്ക് പോവുകയാണ്. കടയിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരാൾ നിന്ന് ആഹാരം കഴിക്കാതെ വെറുതെ ഇരിക്കും. നമ്മളോട് ഭക്ഷണം ചോദിച്ചെന്ന് വിചാരിച്ചു. അപ്പൊ ഭക്ഷണം ചോദിച്ചപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തിലാ ഡിസിഷൻ എടുക്കുന്നത്? നമ്മുടെ ജഡത്തിലാണ് ഡിസിഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ആഹാരം ചോദിച്ചത് വേണ്ട, ഒരാൾ നിങ്ങളുടെ എതിരെ ഇങ്ങോട്ട് വന്നിട്ട് വെറുതെ നിങ്ങളുടെ രണ്ട് കാരണത്തിലും അടി തരുവാണ്. പെട്ടെന്ന് ശരീരം വേദനിച്ചു, ജഡം റിയാക്ട് ചെയ്തു. റിയാക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നു. പിന്നെ നമ്മൾ പറയുമോ, കർത്താവ് ഉള്ളിൽ ജീവിക്കുന്നു, അതുകൊണ്ട് അത് തെറ്റാണ്, ശരിയല്ല എന്നുള്ള തലത്തിലൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കും. അല്ലെ, തിരിച്ചടിക്കുന്നത് ശരിയല്ല, അത് പാവമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും. കുറച്ചൊക്കെ സപ്രസ് ചെയ്ത് സഹോദര കുഴപ്പമില്ല ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തെ നമുക്ക് പറയാൻ കഴിയും ഈ പുറം മനുഷ്യനെ കൊണ്ട്. പക്ഷെ ഈ മനുഷ്യനോട് സ്നേഹിക്കാനും ഈ മനുഷ്യനോട് ക്ഷമിക്കാനും നമുക്ക് കഴിയത്തില്ല. അത് അകം മനുഷ്യനാലേ കഴിയത്തുള്ളൂ. ഈ അകത്ത മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്കേ ഈ ഒരു ജീവൻ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അത് എബ്രായ ലേഖനം അതിന്റെ 5-ാം അധ്യായം 13 മുതലുള്ള വാക്യം. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവൻ അത്രേ അവൻ ശിശുവല്ലോ. പാൽ കുടിക്കുന്നവൻ നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമില്ലെന്ന്. അപ്പൊ നീതിയുടെ വചനത്തിൽ എവിടെ പരിജ്ഞാനമില്ല? അകമയുള്ള പരിജ്ഞാനത്തെ പറ്റി എവിടെ പറയുന്നത്? കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കട്ടിയുള്ള ആഹാരം വെളിപ്പാടായി മാറണമെങ്കിൽ ഈ കട്ടിയുള്ള ആഹാരം, ദൈവത്തിന്റെ നീതിയുടെ പരിജ്ഞാനം, അത് നമ്മുടെ ഉള്ളിൽ ദഹിക്കണം. ആ കട്ടിയുള്ള ആഹാരം ദഹിച്ച് അതൊരു വെളിപ്പാടായി, ഇപ്പോൾ പുറമേ അതൊരു ഇൻഫർമേഷനായി നമുക്കിങ്ങനെ കിട്ടും. പക്ഷെ അത് ആ ഉള്ളിലെ അകത്ത മനുഷ്യനെ അകത്ത മനുഷ്യൻ ജീവിക്കുന്നതിനെയാണ് വെളിപ്പാട് എന്ന് വിളിക്കുന്നത്. അകത്ത മനുഷ്യനെ വെളിപ്പാടുണ്ടാകുകയാണ്, ഉണരുകയാണ്. അതിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. അപ്പൊ അകത്ത മനുഷ്യനെ ജീവിപ്പിക്കുന്ന രീതിയിലേക്ക് അത് വരുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്? അതിനൊരു കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി, അഭ്യസിച്ച ഒരു ഇന്ദ്രിയങ്ങളുള്ളവരായി തീരണം നമ്മൾ. അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ, അകത്ത മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം, അഭ്യസിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അകത്ത മനുഷ്യൻ വർക്ക് ചെയ്യണം. ആദ്യം വർക്ക് ചെയ്യുമ്പോൾ കുഴയും. അകത്ത മനുഷ്യൻ ആദ്യമൊക്കെ പ്രവർത്തിക്കുമ്പോൾ വലിയ സ്ട്രെങ്ത് കാണത്തില്ല, പുറം മനുഷ്യനായിരിക്കും സ്ട്രോങ്. അകത്ത മനുഷ്യൻ ഭയങ്കര ബലഹീനനായിരിക്കും. അപ്പോഴാദ്യം ബുദ്ധിമുട്ട് വരും. ആദ്യം നമ്മൾ 5-ന്റെ ഡമ്പലൊക്കെ എടുത്ത് പൊക്കാൻ, ജിമ്മിലൊക്കെ പോകുമ്പോൾ 5-ന്റെ ഡമ്പലൊക്കെ എടുത്ത് പൊക്കാൻ പറ്റത്തുള്ളൂ. 10-ന്റെ ആദ്യം എടുത്ത് പൊക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ആ പ്രാക്ടീസിലൂടെയാണ് ഈ 10 നമ്മൾ പൊങ്ങുന്നത്. ആ മസിൽസ് ഒക്കെ ഗ്രോത്ത് ആയി വരുമ്പോൾ, ഇന്ദ്രിയങ്ങൾ ബലപ്പെട്ട് വരുമ്പോൾ, മസിൽസ് ഗ്രോത്ത് ആയി വരുമ്പോഴാണ് ഇത് നമുക്ക് പൊക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമുക്ക് പൊക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ അകത്ത മനുഷ്യന്റെ എന്ത് വേണം? ഈ പ്രാക്ടീസ് അത് നടക്കണം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ബട്ട് സോളിഡ് ഫുഡ് ഈസ് ഫോർ ദ മെച്ചർ, ഫോർ ദോസ് ഹു ഹാവ് ദെയർ പവേഴ്സ് ഓഫ് ഡിസേൺമെന്റ് ട്രെയിൻഡ് ബൈ കോൺസ്റ്റന്റ് പ്രാക്ടീസ് ടു ഡിസ്റ്റിംഗ്വിഷ് ഗുഡ് ഫ്രം ഈവിൾ. അതായത് ഒരു കണ്ടിന്യൂസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഈ അകത്ത മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉള്ളവർക്കേ ഈ പരിജ്ഞാനം, നീതിയുടെ വചനം സംബന്ധിച്ചുള്ള പരിജ്ഞാനം സ്വാഭാവികമായി ലഭിക്കുകയുള്ളൂ. ക്രിസ്തുവിന്റെ പരിജ്ഞാനം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കട്ടിയുള്ള ആഹാരത്തെ നമുക്ക് ഒരു ജിമ്മില് പോകുന്ന ഒരു വ്യക്തിയായിട്ട് കാണാം. ജിമ്മിൽ പോകുന്ന വ്യക്തി ഹൈ പ്രോട്ടീൻ എടുക്കുവാന്ന് വെച്ചോ, ഹൈ പ്രോട്ടീൻ എടുക്കുകയാണ്. ഹൈ പ്രോട്ടീൻ എടുത്തു പുള്ളി വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല, ഒരു വർക്കൗട്ടും ചെയ്യുന്നില്ല. ഈ പ്രോട്ടീൻ വെറുതെ പുള്ളിയുടെ ശരീരത്തോട് ഇറങ്ങി വെളിയിൽ പോത്തേ ഉള്ളൂ, ഒരു ഗുണമില്ലാതായി. ക്രിസ്തുവെന്ന ഹൈ പ്രോട്ടീൻ നമ്മുടെ ഉള്ളിൽ ജീവനായിരിപ്പുണ്ട്. അവനിൽ നിന്ന് ഭക്ഷിച്ചും കുടിച്ചുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ഇതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇരിപ്പുണ്ട്.
നമ്മുടെ അകത്തെ മനുഷ്യനെ ആക്റ്റീവ് ചെയ്യാൻ, ഇനി ഇതിനെ പ്രവർത്തിപ്പിക്കാൻ എങ്ങനെയാണ്? വിശ്വാസത്താലാണ് നമ്മൾ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഈ അകത്തെ മനുഷ്യനെ ആക്റ്റീവ് ചെയ്യാൻ നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും കഴിയത്തില്ല. ഇതിനെ പ്രവർത്തിപ്പാൻ, ഇതിനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ നമ്മുടെ വിശ്വാസം വെച്ചാൽ. എന്താണ് വിശ്വസിക്കുന്നത്? ഞാൻ മരിച്ചു, ക്രിസ്തു ജീവിക്കുന്നു. അപ്പൊ ഈ വിശ്വാസം കൊണ്ട് ചുമ്മാ ഇരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. വിശ്വാസം വിശ്വാസമാണ്. ഇപ്പൊ രണ്ട് കാലുമില്ലാത്ത എനിക്ക് രണ്ട് സ്റ്റിക്ക് രണ്ട് സൈഡിലും വെച്ചിട്ട് ഞാൻ ഊന്നി നടക്കുന്നത് പോലെ, അപ്പോൾ എന്നെ ഊന്നി നടത്തുന്നത് എന്താണ്? ഈ സ്റ്റിക്കാണ്. ഈ സ്റ്റിക്കിലാണ് എന്റെ ട്രസ്റ്റും ആശയവും വിശ്വാസവും എല്ലാം. അപ്പോൾ ഞാൻ ചലിക്കുന്നുണ്ടോ? ചലിക്കുന്നുണ്ട്. എങ്ങനെ ഞാൻ നടക്കുന്നത്? ഈ സ്റ്റിക്ക് ഊന്നിയാണ് നടക്കുന്നത്. ഈ സ്റ്റിക്ക് ഊന്നിയാണ്. നമ്മുടെ പ്രോമിസസും ദൈവത്തിന്റെ പ്രോമിസസും ഈ വിശ്വാസവും എല്ലാം നമ്മുടെ അകത്ത മനുഷ്യനെ ജീവിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ്. വിശ്വാസത്താൽ, ഈ വിശ്വാസം എന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ്, ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഊന്നി നടന്ന് പ്രാക്ടീസ്. ആദ്യം വീഴും, പിന്നെ എണീറ്റ് ഇത് എടുത്ത് വെക്കും, പിന്നെ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കും, പിന്നെയും ചിലപ്പോൾ വീഴും. ഈ വലിയ കട്ടിയുള്ള വാതകളൊക്കെ വരുമ്പോൾ ഈ കുത്തിയെടുത്ത് വെക്കാൻ പറ്റാത്തപ്പോൾ എന്ത് ചെയ്യും? തെന്നി വീഴും, പിന്നെ എടുത്ത് പൊക്കി വെക്കും, പിന്നെ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് പ്രാക്ടീസിൽ സിമ്പിളായി നടന്നു പോകുന്നത് നമുക്ക് കാണാൻ. ഇങ്ങനെയാണ് അകത്ത മനുഷ്യൻ ബലപ്പെട്ട് വരുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ഈ വളർച്ച നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കണ്ട് വിശ്വാസം എക്സസൈസ് ചെയ്താണ് ഈ കട്ടി ആഹാരം നമ്മളിൽ ദഹിച്ച് അത് ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ഫെയ്ത്തിലൂടെ ഈ കട്ടിയായ ആഹാരം നമ്മളിൽ നിന്ന് ജീവനായി പുറത്തു വരികയാണ്. അത് ഈ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ട് അനങ്ങാതിരിക്കുന്നതല്ല, വിശ്വാസം എന്ന എക്സസൈസാണ് ചെയ്യുന്നത്. അവിടെ പല ഉപകരണങ്ങളും കാണും. അവിടെ ഫാമിലി എന്ന് പറയുന്ന ഒരു ഉപകരണം കാണും, ചർച്ച് എന്ന് പറയുന്ന വേറെ ഒരു ഉപകരണം കാണും, വേറെ ഒരു ഉപകരണം കാണും. എല്ലാ ഉപകരണത്തിലും കയറി ഇരുന്ന് എൻ്റെ കൈ ബലപ്പെടേണ്ടതിന്, എൻ്റെ ഫോറാംസ് ഒക്കെ ബലപ്പെടേണ്ടതിന് ഞാൻ വേറെ ഒരു ഉപകരണത്തിൽ കയറി ഡംബിൾ എടുത്ത് പോകും. അത് ചിലപ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ വൈഫായി അല്ലെ സിസ്റ്റർ ആയിരിക്കും, ഭാര്യമാരുള്ളവർ ഭാര്യമാരായിരിക്കും. എനിക്കിപ്പം ഭാര്യ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ പല ഉപകരണങ്ങളിലും കയറി ഇതെന്ത് ചെയ്യും? പല ഭാഗങ്ങളും സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ പ്രോട്ടീൻ, ഉള്ളിൽ കിടക്കുന്ന പ്രോട്ടീൻ, ക്രിസ്തു എന്ന ജീവൻ ഞാൻ എടുത്ത് പൊക്കാൻ നേരം കർത്താവെ നീയാ ജീവിക്കുന്നത്, ഞാനല്ല. അപ്പോൾ കർത്താവിന്റെ ഹൈ പ്രോട്ടീൻ എന്റെ ബലഹീനതയിലേക്ക് വരികയാണ്, എന്റെ ഇന്നർ മാൻ സ്ട്രെങ്ത് ആകുകയാണ്, ഞാൻ അവിടെ ബലപ്പെടുകയാണ്. ഇങ്ങനെ ഓരോ ഏരിയയിലും ഞാൻ ബലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത എന്ന് വെച്ചാൽ പ്രൂവൺ ക്യാരക്ടർ, സിദ്ധത, ആ പ്രൂവൺ ക്യാരക്ടറിലേക്ക് ഈ കഷ്ടത എല്ലാം കൂടെ എന്നെ കൊണ്ട് എത്തിക്കും. ഇങ്ങനെയാണ് ഈ അകത്ത മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ബലപ്പെട്ട് വരുന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പുറമേ ഉള്ള ഡിസിഷൻ ആണ് എടുക്കുന്നത്, പ്രാകൃതമായ ജീവിതമാണ് നയിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ചാരിറ്റി ചെയ്യാൻ കഴിയും, നീതി പ്രവർത്തികൾ ചെയ്യാൻ കഴിയും, എല്ലാം ചെയ്യാൻ കഴിയും. ഈ പുറമെ അവരിൽ നിന്ന് നമ്മുടെ വ്യത്യാസം എന്താണ്? നമ്മൾ ചെയ്യുന്നതെല്ലാം അവർ ചെയ്യുന്ന നീതി പ്രവർത്തികളല്ല, നമ്മൾ ചെയ്യുന്ന ക്രിസ്തുവിലുള്ള സൽപ്രവർത്തികളാണ്. നമ്മൾ ചെയ്യുന്നത് വിശുദ്ധിയിലാണ്. ഒരു സഹോദരനോടുള്ള ഒരു കയ്പും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ എന്റെ സ്വത്തുക്കൾ വിട്ടയക്കുന്നത്. എനിക്ക് ഒരു വിഷമവും ഇല്ലാത്ത രീതിയിലാണ്, വിശുദ്ധമായതിൽ നിന്നാണ് ഞാൻ കൊടുക്കുന്നത്. എന്റെ ഉള്ളിലെ ക്രിസ്തുവിന്റെ സൽപ്രവൃത്തിയാണ് എന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. അതാണ് അകമയുള്ള മനുഷ്യനിൽ നിന്നുള്ള പ്രവൃത്തി. ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അകമയുള്ള മനുഷ്യരിൽ നിന്നുള്ള പ്രവൃത്തികൾ കൊണ്ടുവരാൻ കഴിയുന്നത്. വേറെ ഒരു മനുഷ്യരിൽ നിന്നുള്ള പ്രവൃത്തി, ബാക്കിയുള്ളവരെല്ലാം പുറമേ നിന്നുള്ള മനുഷ്യരിൽ നിന്നാണ് ചെയ്യുന്നത്. പുറമേ ഉള്ള മനുഷ്യരിൽ നിന്ന് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നഷ്ടം വരുമ്പം കരയും, കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു വിഷമം വരും, ഇതൊക്കെ സംഭവിക്കും. ഇത് പുറമേ ഉള്ള മനുഷ്യരിൽ നിന്നുണ്ടാകുന്നുണ്ടോ? എന്നാൽ നമ്മൾ വിചാരിക്കും, എന്നാൽ പുറമെ ഞാൻ പലതും കൊടുത്തപ്പോഴൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ ജഡം ക്രൂശിക്കപ്പെടുന്നതുകൊണ്ടാണ്. അവിടെ നമ്മുടെ പുറം മനുഷ്യൻ എന്ത് ചെയ്യാണ്? തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേദന ഉണ്ടാവും. അത് പുറം മനുഷ്യന്റെ തകർച്ച. ഞാൻ മരിച്ചു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ആ അകമനുഷ്യന്റെ ജീവിതം ആണ് അവിടെ നടക്കുന്നത്. അപ്പോഴ് നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അകം മനുഷ്യനാണോ പുറം മനുഷ്യനാണോ? പുറം മനുഷ്യന്റെ ഡിസിഷൻസും അല്ലെങ്കിൽ അതിന്റെ ഇഷ്ടങ്ങൾക്കാണോ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതോ അകത്ത മനുഷ്യന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയും? ഇത് ബാല്യത്തിൽ ശിശു ആയിരിക്കുമ്പോൾ ഈ അകത്ത മനുഷ്യന്റെ ഡിസിഷൻ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. കോൺസ്റ്റന്റ് ആയ ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അകത്ത മനുഷ്യൻ ദൈവത്തിന്റെ പരിജ്ഞാനം എന്ത് ഈ കാര്യത്തിൽ പറയുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് ദൈവത്തിന്റെ വെളിപ്പാടുകൾ ദൈവസഭയിലൂടെ വലിയ ദൂതൊന്നും പറയാത്ത എന്താ ഈ കാലഘട്ടത്തിൽ?
ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ദൂത് കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. അകത്ത മനുഷ്യൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ താല്പര്യപ്പെടത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, വേറെ ഒരു കൃപാവരമുള്ള ദേവദാസൻ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു. അപ്പോൾ അത് കേൾക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലിരുന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ, വ്യക്തിപരമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ അത് നമ്മൾ കേൾക്കാതെ ഈ ദേവദാസന്മാരോട് സംസാരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കേട്ടോണ്ടിരിക്കും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യാണ്? ഈ അധികം ഒന്നും ഇപ്പോഴേക്ക് ഈ കാലഘട്ടത്തിൽ വലിയ യഥാർത്ഥ പ്രവചനമുള്ളവരെ ഒന്നും എഴുന്നേൽപ്പിക്കാത്തതിന്റെ കാര്യം ഏതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾ ശക്തി പ്രാപിക്കണം. കഷ്ടതയിലൂടെയാണ് എല്ലാ ദേവദാസന്മാരും ദൈവത്തിന്റെ മെച്യൂരിറ്റിയിലേക്ക് പ്രാപിച്ചിട്ടുള്ളത്. കാരണം ഈ പാസ്റ്റർ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് കൊണ്ടിടുമ്പോഴാണ് വേറെ ആരും എന്നോട് സംസാരിക്കാനില്ല, ഇപ്പൊ ദൈവം തന്നെ സംസാരിച്ചാൽ മതിയാവത്തുള്ളൂ എന്നൊരു ബലത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കത്തുള്ളൂ. അപ്പോഴേ ആ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? കർത്താവെ നീ സംസാരിക്കണമേ, ഞാൻ അവനിലേക്ക് ആശ്രയിക്കുകയും കർത്താവിന്റെ ആത്മാവ് അകത്തെ മനുഷ്യൻ എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഈ അകത്ത മനുഷ്യൻ ബലപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ അകത്ത മനുഷ്യനെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അകത്ത മനുഷ്യൻ ആക്റ്റീവായി പുറത്തു വരികയും വേണം എന്നുള്ളതാണ് നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ കൃപാവരങ്ങളും എല്ലാം ഈ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടിയും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതും നമ്മുടെ ഈ പ്രാകൃതമായത് നശിപ്പിച്ചു കളഞ്ഞു അകത്തത് പുതുതായ പുതിയ ഒരു മനുഷ്യനാക്കി ക്രിസ്തുവിൽ പുതിയതാക്കി നമ്മളെ മാറ്റി. അത് ഞാൻ തുടർന്ന് പറയാം എങ്ങനെയാണ് ആ സംഭവം നടക്കുന്നതെന്ന്. 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുൾ ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ ആരാണ് പ്രകാശിച്ചിരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിച്ചിരിക്കുന്നു. എല്ലാവരുടെ ഉള്ളിൽ ഇത് പ്രകാശിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പരിജ്ഞാനം പുറത്ത്, ഈ അകത്ത് നമ്മളാകുന്ന ദൈവത്തിന്റെ ആലയം, ആ ആലയത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ തേജസ് ഈ പ്രാകാരമാകുന്ന ഔട്ടർ ബോഡിയിലൂടെ പുറത്തു വരുന്നത് ലോകം കാണുന്നത്, ആ ഗ്ലോറി തേജസ് കൃപയായി ലോകം കാണുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ലോകത്തിന് നമ്മുടെ പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ കാണുമ്പോൾ ഇത് സംതിങ് ഡിഫറെന്റ് ആണ്, ഇത് സാധാ സൽപ്രവൃത്തികളല്ല, ഇതിനകത്തെന്തോ വെളിച്ചമുണ്ട്. അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ജ്യോതി തേജസ്സുകളെ പോലെ അകം മനുഷ്യന്റെ സ്ട്രെങ്തിലാണ് ജീവിക്കുന്നത്. ഈ അകം മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഉപദേശങ്ങളും അകം മനുഷ്യനെ ബലപ്പെടുത്തേണ്ട ശുശ്രൂഷകളും ഇന്ന് സഭകളിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ മന്ദതയുള്ളവരായി ഇരിക്കാനുള്ള കാരണം. അകത്ത മനുഷ്യനെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ഈ അകത്ത മനുഷ്യന്റെ ഇവിടെ 6 പറയുന്നു, ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഈ ദൈവതേജസ്സിന്റെ പരിജ്ഞാനം, വാട്ട് വുഡ് ജീസസ് ഡു? കർത്താവ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് നോർമലി എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. പുറമേയുള്ള ഇന്ദ്രിയമല്ല, അകമേയുള്ള ഇന്ദ്രിയം. പുറമേയുള്ള ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ എനിക്ക് കഴിയത്തില്ല. കാരണം ഈ പുറമേയുള്ള ഇന്ദ്രിയം പാപം മാത്രം നിറയുന്നതാണ്. അകമയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടേ നിങ്ങൾക്ക് ഒരു ആത്മീയ ജീവിതം ജീവിക്കാൻ കഴിയത്തുള്ളൂ. അകമയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട്. അതെങ്ങനെയാണെന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശദമാകും. 2 കൊരിന്ത്യ ലേഖനം 4-ന്റെ ഇനി ഇതിന്റെ ഒരു വർക്കൗട്ട് ഞാൻ പറയാം. ഈ ഫെയ്ത്തിനാലുള്ള എക്സസൈസ് അത് 2 കൊരിന്ത്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യത്തിൽ പറയുന്നു: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഇനി കഷ്ടമാണ് ഈ വർക്കൗട്ട് ഇവിടെ കാണിക്കുന്നത്. കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. പുറം മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു ജീവൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ കഷ്ടത അനുഭവിക്കുന്നവർ നിരാശപ്പെടുന്നില്ല, മറ്റേ ഒന്ന് ബലപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡ് വർക്കാണ്, പെയിൻ വരും, നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ അയാൾക്ക് സന്തോഷം എന്തുവാ? അയാളുടെ മസിൽസ് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അയാളുടെ ബോഡി ബിൽഡായി വരുമ്പോഴാണ് അയാൾക്ക് ഭയങ്കര സന്തോഷം. ഇച്ചിരി പെയിൻ സഹിച്ചാലും കുഴപ്പമില്ല, വേറെ ഒരു സ്ട്രെങ്ത് എൻ്റെ ഉള്ളിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ
ബലം, സന്തോഷം, വേറെ ഒരു യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തേജസ്സിന്റെ പരിജ്ഞാനം എൻ്റെ അകത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കഷ്ടതയിലൂടെയുള്ള നമ്മുടെ സന്തോഷം. അപ്പൊ കഷ്ടതയിലേക്ക് കടന്നു ചെല്ലുവാനും സന്തോഷമായി അത് സ്വീകരിക്കാനും നമ്മളെ അതിൽ വർക്കൗട്ട് ചെയ്യാനും എന്തുപയോഗിച്ചാണ്? എന്താണ് ആ ടൂള്? ഫെയ്ത്ത് ആണ് ആ ടൂൾ. അവിടെ ശ്രദ്ധിക്കണം. അല്ലാതെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഈ കഷ്ടമെല്ലാം കൂടെ എടുത്ത് അങ്ങ് പൊക്കിയെടുത്ത് അറഞ്ചാ പുറഞ്ചാന്നും പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വീങ്ങി ഇവിടെ ഇങ്ങനെ വീങ്ങി മൊത്തം ഇരിക്കും. പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ത്രൂ ഫെയ്ത്തിലൂടെയാണ് നടക്കുന്നത്. ഞാനല്ല, ക്രിസ്തു ജീവിക്കുമ്പോഴേ ആ മസിൽസ് പ്രോട്ടീൻ വർക്കൗട്ട് ആകത്തുള്ളൂ. ഈ പ്രോട്ടീൻ എടുക്കാതെ വർക്കൗട്ട് എടുക്കുന്ന പോലെ ഇരിക്കും വിശ്വാസത്താൽ അല്ലാതെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അവർക്ക് മസിൽ ഒന്നും വരത്തില്ല. അവർ അറഞ്ചം പുറഞ്ചം വർക്കൗട്ട് ചെയ്യും, ഒരു ഫുഡും എടുക്കുന്നില്ല. എന്താ സംഭവിക്കുന്നത്? മസിൽസ് വെക്കത്തില്ല. ഹൈ പ്രോട്ടീൻ എടുത്താലേ ബോഡി ബിൽഡപ്പ് ആവത്തുള്ളൂ. ഫുഡ് കഴിക്കണം. ഒരു ഫുഡും കഴിക്കാതെ ചുമ്മാ തീരുമാനം എടുത്തോണ്ട് കർത്താവിനെ പോലെ ആകാതെ പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കഷ്ടം അനുഭവിക്കുക എന്നുള്ളതല്ലാതെ ശരീരം വെറും വെറുതാവായി പോകുക എന്നുള്ളതല്ല വേറെ കാര്യമല്ലോ ഉണ്ടോ? ഇല്ല. വിശ്വാസത്താലാണ് നമ്മൾ ഈ പ്രോട്ടീൻ എടുക്കുന്നത്. വിശ്വാസമാണ് ഈ പ്രോട്ടീൻ നമുക്ക് ആക്സസ് ചെയ്യാൻ കിട്ടുവാനുള്ള ഒരു വഴി, പാത എന്ന് പറഞ്ഞു. ഞാനല്ല, ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിലുള്ള സർവ്വസമ്പൂർണതയും എനിക്ക് അപ്പോൾ ആത്മാവിനാൽ അവൈലബിൾ ആണ്. ഹൈ പ്രോട്ടീൻ ആണ് ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ. അതാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ എന്ത് ചെയ്യുന്നത്? ബലപ്പെടുത്തുന്നത്. അപ്പോൾ 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 4:16 വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ട് പോകുന്നു. ഞങ്ങളുടെ പുറമേയുള്ള ഇന്ദ്രിയം തീരുമാനമെടുക്കാൻ കഴിയാതെ അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അകത്ത് വേറെ ഒരു മനുഷ്യൻ സ്ട്രെങ്ത് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു പുതു മനുഷ്യൻ സ്ട്രെങ്ത് ആയിക്കൊണ്ടിരിക്കുന്നു. പ്രാകൃതമായത് തകർന്നുകൊണ്ട്. അപ്പോൾ എന്താണ് ഈ ശരിക്കും നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പ്രാകൃതമായതുകൊണ്ട് സൃഷ്ടിയുടെ മുഴുവൻ പോക്കും എങ്ങോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാകൃതമായതിൽ നിന്ന് ആത്മീകമായതിലേക്കാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഇന്ന് പ്രാകൃതമായി നമുക്ക് കാണുന്ന തലത്തിൽ നിൽക്കാം. ഇതിൽ നിന്ന് ദൈവം ആത്മീയമായതിലേക്ക് കൊണ്ടുവന്നത്. അത് അത്രയും ചിന്തിക്കേണ്ട. പ്രാകൃതമായ ഒന്ന് തകർന്നുകൊണ്ട് ആത്മീകമായ നമ്മുടെ പുറം മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തെ ആത്മീകമായത് ഒന്ന് വരികയാണ്. 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 15-ാം അധ്യായം 37 മുതലുള്ള വാക്യം. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വിത്തിന്റെ വല്ലതിന്റെയോ വെറും മണി എത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കും. നമുക്ക് ദൈവം ഇഷ്ടമുള്ള ശരീരം നമുക്ക് തന്നിട്ടുണ്ട്. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളുടെ ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. എല്ലാത്തിനും ഒരു ആത്മീക തേജസ് ഉണ്ട്. ഈ നമ്മൾ കാണുന്നത് എല്ലാത്തിൽ നിന്നും ഒരു ആത്മീകമായത് വരാൻ പോവുകയാണ്. അത് നമ്മൾ നേരിട്ട് കാണുന്നത് നമ്മൾ ആത്മീക ഇന്ദ്രിയങ്ങളുള്ളവരായി പെർഫെക്റ്റ് ആയി ഒരിക്കൽ കർത്താവിന്റെ മുന്നിൽ വെളിപ്പെടുമ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവനും ക്രിസ്തുവിൽ വേറെ ഒരു തേജസ്സിലേക്ക് ഷിഫ്റ്റ് ആയി മാറും. പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ചേഞ്ച് ആവും. ഒരു വലിയൊരു പ്രവർത്തനമാണ്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. നമ്മളിപ്പോൾ വിതയ്ക്കപ്പെട്ടിരിക്കുന്നത് ഈ ശരീരത്താണ്. ഈ ശരീരം ഇപ്പൊ നമ്മളൊരു വിത്ത് വിതച്ചു. ആ വിത്തിന്റെ ഉള്ളില് വിതയ്ക്കുമ്പോൾ പുറമേ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ, ഉള്ളിലൊരു ജീവൻ വളരുന്നുണ്ട്. നമുക്കത് കാണാൻ കഴിയുന്നില്ല. ആ വളർച്ച കാണാൻ കഴിയുന്നില്ല. ആ വളർച്ച പൂർണ്ണമായും കാണാൻ കഴിയുന്ന ഈ പുറം ഷീൽഡ് മുഴുവൻ പൊളിഞ്ഞ് പുറത്തു വരുമ്പോഴാണ് ഇത് പൂർണ്ണമായും വെളിപ്പെട്ട് വരുന്നത്. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു വളരുന്നുണ്ട് ഒരു സാധനം, ഒരു വിത്ത്, ഒരു ആത്മീകമായത് ഈ പ്രാകൃതമായ ശരീരത്തിൽ നിന്ന് വളരുന്നുണ്ട് നമ്മൾ അറിയാതെ. ഇതാണ് അകത്ത മനുഷ്യൻ. ഈ അകത്ത മനുഷ്യൻ വളരുന്നത് ക്രിസ്തുവിന്റെ ലൈക്നെസ്സിലാണ്. അവൻ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ലൈക്നെസ്സിലാണ് നാളെ പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവാണ് അവനെ ഉയർത്തുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വളർന്നു 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 വരുമ്പോൾ
വളർന്നത് അതിന്റെ പെർഫെക്ഷനിൽ എത്തുന്നത് എപ്പോഴാണെന്നറിയാവോ? ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ഈ പുറം ഷീൽഡ് മുഴുവൻ ചതഞ്ഞു പോയി. ഈ പുറം ഷീൽഡിൽ നിന്ന്, വിത്തിൽ നിന്ന്, ഇവിടെ അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഈ പുറമേ ഉള്ള വിത്ത് ദ്രവിച്ച് അകത്തുള്ളത് പുതിയതൊന്ന് വരും. ഒരു സാധനത്തിൽ നിന്ന്, ഒരു വിത്തിൽ നിന്ന് തന്നെ, നമ്മളിൽ നിന്ന് തന്നെയാണ് ഈ അകത്ത മനുഷ്യൻ പുറത്തു വരുന്നത്. അതാണ് ജീവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഞാൻ, ക്രിസ്തുവിൽ യഥാർത്ഥ ഞാൻ ഈ ഇരിക്കുന്ന ഞാനാണോ? അല്ല, എന്റെ അകത്തുള്ള ഒരു ഞാനുണ്ട്. അതാണ് നിത്യതയോളം നിലനിൽക്കുന്നത്. അതിനാണ് നിങ്ങൾ കൂടുതൽ കെയർ ചെയ്യേണ്ടത്. അതിനെയാണ് പുട്ടിയൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കി ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. അതിനെയാണ് സൗന്ദര്യമുള്ളതാക്കി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. അതിനെയാണ് ബലമുള്ളതാക്കി, സ്ട്രെങ്ത് ഉള്ളതാക്കി, മസിലുള്ളതാക്കി ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു വിത്ത് മണ്ണിലിടുമ്പോൾ ഉള്ളിൽ നിന്ന് അത് വരുന്നത് പോലെ പുറം ഷീൽഡ് പൊട്ടി അകത്ത മനുഷ്യൻ ബലപ്പെട്ട് വരികയും പുറത്തെ മനുഷ്യൻ നാൾക്കുനാൾ ഈ അകത്ത മനുഷ്യൻ എന്ത് ചെയ്യും? വളർന്നു വരുന്നതിനനുസരിച്ച് പുറം മനുഷ്യൻ ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഈ അകമനുഷ്യൻ വളരുവാനുള്ള പ്രോട്ടീൻ നമുക്ക് എവിടുന്നാണ് ലഭിക്കുന്നത്? ക്രിസ്തുവിൽ നിന്നാണ് ലഭിക്കുന്നത്. ക്രിസ്തുവിൽ നിന്നാണ് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. ക്രിസ്തു എന്ന എക്കോസിസ്റ്റത്തിൽ നിന്നാണ് നമ്മളെല്ലാം സ്വീകരിക്കുന്നത്. ഇത് സ്വീകരിക്കാൻ നമുക്കുള്ളൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ മരിച്ചു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള കൺഫെഷൻ, ആ വിശ്വാസമാണ് കർത്താവേ എന്നുള്ള ആശ്രയമാണ്. കർത്താവെ നിന്നാൽ ഞാൻ ഇതിന്റെ മുകളിൽ കൂടെ നടക്കും, ഈ സാഹചര്യത്തിലൂടെ മധ്യത്തിലൂടെ നീയാണ് എന്നെ നടത്തുന്നത് എന്നുള്ള വിശ്വാസമാണ്. ഞാനല്ല, നീയാണ് എന്നെ ജീവിപ്പിക്കുന്നത് എന്നുള്ള വിശ്വാസമാണ് എൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ 42 പറയുന്നു, മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. നമ്മൾ അപമാനമാണ്. നമ്മുടെ ഈ ശരീരം എന്താണ്? ദൈവത്തിന് മുന്നിൽ അപമാനം. നമ്മുടെ ശരീരം മ്ലേച്ഛമാണ്, ശാപത്തിന് കീഴിലുള്ളതാണ്. ശാപത്തിന്റെ കീഴിലുള്ള ശരീരത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വത്തിലേക്കുള്ള ശരീരം വളരുകയാണ്. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. നമ്മുടെ പ്രാകൃതമായ ശരീരമാണ് ആത്മീകമായത് നമ്മളിൽ നിന്ന് ജീവനായി. അപ്പൊ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതം അത്ര ഒന്നാമത്. ആത്മീകം പിന്നത്തതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അതിലെ സ്വർഗീയന്റെ പ്രതിമയിലേക്കാണ്, സാദൃശ്യത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ആത്മീകമായ ആ മനുഷ്യൻ, ആത്മീക മനുഷ്യന്റെ നിറവിലേക്ക്, ആ ആത്മീകമായതിലേക്ക്. ഈ കണ്ടതെല്ലാം പ്രാകൃതമാണ്, കഴിഞ്ഞതെല്ലാം പ്രാകൃതമായിരുന്നു. നമ്മുടെ ഈ ശുശ്രൂഷ എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഈ ശുശ്രൂഷ എന്താണ്? ഇവിടെ ആത്മാവിൽ നടക്കുന്നുവെങ്കിലും നമ്മൾ ഇപ്പോൾ പുറമെ ജഡത്തിൽ വന്ന് ഇവിടെ ആരാധിക്കുന്നു. പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ ആരാധന പെർഫെക്റ്റ് ആവുന്ന എപ്പോഴാണെന്നറിയാമോ? സ്വർഗത്തിൽ നമ്മൾ കുഞ്ഞാടിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴാണ്. എല്ലാവരോടും ഒരുമിച്ച് നിന്ന് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് അതിന്റെ ആത്മീകമായത് പുറത്തു വരുന്നത്. ഇന്ന് നമ്മൾ പലയിടത്തായി പ്രാകൃതമായ ഒരു ഇസ്രായേൽ രാജ്യമായി ഇരിക്കുന്നുവെങ്കിലും ആത്മീകമായത് വരുന്നു. എല്ലാം കണ്ടതെല്ലാം പ്രാകൃതമാണ്, കാണുന്നതെല്ലാം പ്രാകൃതമാണ്. കാണാത്ത ഒന്നാണ് ആത്മീകം. നമുക്ക് ആത്മീകമായത് ഇന്ന് കാണാൻ കഴിയുന്നില്ല, നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ ബലപ്പെടുത്തുന്നാലേ നമുക്ക് ആ ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി തീരാൻ കഴിയത്തുള്ളൂ, അതിനാൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നില്ല എങ്കിൽ നമ്മൾ തടിച്ചുള്ളവരും ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ജീവിക്കാൻ കഴിയാത്തവരും നമ്മുടെ തന്നെ പരിജ്ഞാനത്താൽ ജീവിക്കുന്നവരുമായി തീരും. നമ്മളെ ദൈവം ബലപ്പെടുത്തട്ടെ. ആത്മാവിൽ ജീവിക്കുവാൻ, ആത്മീകമായ വളർച്ചയിലേക്ക് നമ്മളെ വളർത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.